അതിന് നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഗൗതം പറഞ്ഞതല്ലേ ലേറ്റ് ആയാലും വരുമെന്ന്. ഫംഗ്ഷൻ നടക്കട്ടെ. എന്നാലും അവനില്ലാതെ എങ്ങനെയാ മോളെ? അതിനൊന്നും ഒരു കുഴപ്പമില്ലാന്നേ. പ്രണവേ, നീ ചെല്ല്, കാര്യങ്ങൾ നടക്കട്ടെ. ഈശ്വരമംഗലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ശ്രീ പ്രണവ് ഗോപിനാഥ് നേടിയ ഒരു വലിയ വിജയം ആഘോഷിക്കാനാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ആഘോഷ പരിപാടികൾ കേക്ക് കട്ടിങ്ങിലൂടെ നമ്മൾ ആരംഭിക്കുന്നതാണ്. അത് കഴിഞ്ഞാൽ ഡാൻസ്, മ്യൂസിക്, ഫുഡ്, അങ്ങനെ ആദ്യ വിപുലമായ പരിപാടികളാണ് നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് അടുത്തേക്ക് വന്നാ നമുക്കിവിടെ കേക്ക് മുറിക്കാം. എല്ലാവരും അടുത്തേക്ക് വാ. ഒപ്പം കേക്ക് കട്ടിയുന്നതിന് വേണ്ടി ഈ പാർട്ടിയുടെ ഹീറോ, ബിസിനസ് യൂത്ത് ഐക്കൺ ഓണറബിൾ പ്രണവ് ഗോപിനാഥ് സാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. എല്ലാവരും അടുത്തേക്ക് വരൂ. യെസ്, കം ഓൺ. വാ വാ, എല്ലാരും വാ. സർ, കേക്ക് കിട്ടിയോ? വാമേ. വാ മോളെ, നമുക്ക് അങ്ങോട്ട് ചെന്ന് നിൽക്കാം. വേണ്ടമ്മേ, അത് ശരിയാവില്ല. ഈ വേഷത്തില് ഞാൻ അവിടെ വന്ന് നിൽക്കാൻ പാടില്ല. അമ്മ ചെല്ല്. എന്നാലും ഒരെന്നാലും ഇല്ല, ചെല്ലങ്ങോട്ട്. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ, പിന്നെന്താ? ചെല്ല്. പ്രണവേ, കേക്ക് കിട്ടി. എടതി വാ. വാ എടതി. ഏയ് വേണ്ട, നീ കേക്ക് കട്ട് ചെയ്തോ, ഫംഗ്ഷൻ നടക്കട്ടെ. ഞാനിവിടെ ഉണ്ടല്ലോ. അവിടെ നിന്നാ പോരല്ലോ, വാ ഇങ്ങോട്ട്. ഞാൻ വിളിച്ചതാ, ആ യൂണിഫോമിൽ നിൽക്കുന്നോണ്ട് അവള് വരാത്തത്. ഏത് യൂണിഫോമിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്റെ ഇടത്ത് എപ്പോഴും ഇടത്ത് തന്നെയാ. ഇടത്ത് വാ. വാ വാ മോളെ, വാ. ഇങ്ങോട്ട് വന്ന് നിൽക്കേ, വാ. ആ എസ്ഐയും പോലീസുകാരും കാണുന്നില്ലല്ലോ. ഇതെവിടെ പോയി? എനിക്ക് കേക്ക് കിട്ടി മോനെ. ഓക്കേ. നിർത്ത്. പോലീസുകാരെന്താ ഇവിടെ? എന്താ സാർ ഇവിടെ? എന്താ കാര്യം? ഈ നിൽക്കുന്ന നിധിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ഒന്നേ വണ്ടി കയറ്. സർ, എന്താ കാര്യം? ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സാർ, ഒരു കാര്യമില്ലാതെ ഒരു ഫംഗ്ഷനിലോട്ട് കയറി വന്നിട്ട് അതിൽ നിൽക്കുന്ന ഒരാളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാ സാർ? ഈ നിൽക്കുന്ന നിധി എൻ്റെ ഏട്ടൻ്റെ ഭാര്യയാണ്. കാര്യം എന്താണെന്ന് എനിക്കും അറിയണം. ഓ, ഏട്ടന്റെ ഭാര്യയാണല്ലേ? അപ്പൊ ഇയാളുടെ പേരാണോ പ്രണവ്? അതെ. അപ്പൊ പിന്നെ മാറ്റർ അങ്ങ് പറഞ്ഞേക്കാം. നിങ്ങളുടെ ഭാര്യ ശിവാനിയുടെ വയറ്റിൽ വളരുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്ന് ഇല്ലാതാക്കാൻ നോക്കി എന്നതാണ് നിധിയുടെ പേരിലുള്ള കേസ്. എന്താ സാർ ഇത്?
ഏട്ടത്തി കൊല്ലാൻ നോക്കിയെന്നു. ഏട്ടത്തി അങ്ങനൊന്നും ചെയ്യത്തില്ല. ഇതെന്തോ തെറ്റിദ്ധാരണയുടെ പുറത്താ സാറ് വന്നിരിക്കുന്നത്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇളനീരിൽ മയക്കുമരുന്ന് കലർത്തിക്കൊടുത്താണ് നിധി ഈ പരിപാടി ഒപ്പിച്ചത്. ഇല്ല സാർ, ഞാൻ പ്രണവിന്റെ അമ്മയാ. ഇവൾ എന്റെ മരുമകളുവാ. ഇവൾ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇതിൽ തെറ്റിദ്ധാരണയൊന്നുമില്ല. കൃത്യമായി പരാതി കിട്ടിയിട്ടുണ്ട്, തെളിവും ശേഖരിച്ചിട്ടുണ്ട്. പരാതിയോ? ആരാ പരാതി എന്ന്? പരാതി കൊടുത്തത് ഞാനാ. നീ പരാതി കൊടുത്തു? എന്തിനാ ശിവാനി നീ അത് ചെയ്തേ? സ്വന്തം കുഞ്ഞിനെ ഒരാൾ ഇല്ലാതാക്കാൻ നോക്കിയ ഏതെങ്കിലും ഒരു അമ്മ വെറുതെ ഇരിക്കോ? ശിവാനിയും അതേ ചെയ്തുള്ളൂ. ഗതി കെട്ടപ്പോ കേസ് കൊടുക്കേണ്ടി വന്നു. എന്തോ ശിവാനി ഇത്? എന്ത് ബേസിലാണ് നീ കൊണ്ട് പരാതി കൊടുത്തത്? പറഞ്ഞില്ലേ, ഞാൻ വെറുതെ ഒരു പരാതി എഴുതി കൊടുത്തതല്ല പ്രണവേ. സംഭവം പ്രണവിനെ അറിയാവുന്നതല്ലേ. അന്ന് ഞാനും പ്രണവും ആന്റിയും കൂടി അമ്പലത്തിൽ പോയത് ഓർമ്മയുണ്ടോ? അന്ന് നടന്ന സംഭവങ്ങള് പ്രണവെന്ന് ആലോചിച്ച് നോക്കി. ആ കരിക്കില് നിധി മയക്കുമരുന്ന് കലർത്തിയിരുന്നു. അല്പം മാത്രമേ ഞാനത് കഴിച്ചിരുന്നുള്ളൂ. അതുകൊണ്ടാ പാതി വഴിയിൽ വെച്ച് എനിക്ക് ബോധം വന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് കരുതി ഏട്ടത്തിയാണെന്ന് ചെയ്തതെന്ന് എന്തോ ഉറപ്പ്? ഉറപ്പുണ്ട് പ്രണവേ. തെളിവുകൾ പോലീസിന് കിട്ടിയിട്ടുമുണ്ട്. ഇവൾക്ക് കുട്ടികളില്ല എന്നുള്ള അസൂയ. അതുകൊണ്ട് തന്നെയാ ശിവാനിയുടെ വയറ്റിലെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ നോക്കിയത്. ആന്റി, വെറുതെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ അല്ല മിസ്റ്റർ പ്രണവ്. നിധി ആ ഇളനീർ കടക്കാരനുമായി ചേർന്ന് പ്ലാനിംഗ് നടത്തുന്നതിന്റെ വീഡിയോ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതുകൊണ്ടും കഴിഞ്ഞിട്ടില്ല. ഇനി ഇവർ സംസാരിച്ചത് എന്താണെന്ന് കേട്ട ദൃക്സാക്ഷിയുണ്ട്. ഇനി ആ വീഡിയോയും കാണണോ? ദേ നോക്ക്, ഇതാ.